അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഹദീസിൻ്റെ പിൻബലത്തോടുകൂടെ ഇമാമിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും നാട്ടു നടപ്പനുസരിച്ച് കൊണ്ട് പറയപ്പെടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിൻബലം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല നാം സംസാരിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ആധികാരികമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ച ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂചിപ്പിക്കാനുള്ളത്, മഹാനായ സ്വലാഹുദ്ദീനുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അന്ന ഇഹ്തികാറ ത്വആമി യൂരിസുൽ ഫഖറ, ഭക്ഷ്യവസ്തുക്കളെ പൂഴ്ത്തിവെക്കുക എന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ്. ഭക്ഷ്യവസ്തുക്കളെ പൂഴ്ത്തിവെക്കുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകും. പ്രത്യേകമായി ഈ കാര്യം മനസ്സിലാക്കേണ്ടത് കച്ചവടക്കാരായ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അവരാണ് ഈ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പൂഴ്ത്തിവെക്കുക, ഭക്ഷ്യവസ്തുക്കളെ പൂഴ്ത്തിവെക്കുക, ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കാതെ നല്ല ഉയർന്ന വില കിട്ടുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി അത് പൂഴ്ത്തിവെക്കുന്നു. ആ പ്രവർത്തനം വഹുവ ഹറാമുൻ, പണ്ഡിതന്മാർ പഠിപ്പിച്ചു. സർവ്വ ഫുഖഹാവും പറഞ്ഞു അത് ഹറാമാണ്, നിഷിദ്ധമായ കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരെക്കുറിച്ച് സൂചിപ്പിച്ചത് വൽ മുഹ്തഖിറു മൽഊനുൻ, പൂഴ്ത്തിവെക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഹ്തഖിറു ഇല്ലാ ഖാതിഉൻ, ദോഷിയല്ലാതെ പൂഴ്ത്തിവെക്കുകയില്ല. ഇങ്ങനെ പൂഴ്ത്തിവെക്കുന്ന ആളെക്കുറിച്ച് വളരെ മോശമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മുഇൽ പറഞ്ഞു, എന്താണ് ഇങ്ങനെ പൂഴ്ത്തിവെക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? ദഫ്ഉൽ ദറരി അൻ ആമത്തിന്നാസ്, ജനങ്ങളെ തൊട്ട് പ്രയാസത്തെ തടുക്കലാണ്, പ്രയാസത്തെ നീക്കം ചെയ്യലാണ് ഈ പൂഴ്ത്തിവെക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുന്നതിനാൽ ഉണ്ടാകുന്നത് ജനങ്ങളുടെ പ്രയാസത്തെ നീക്കം ചെയ്യലാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അവർക്ക് ആവശ്യ സമയത്ത് കൊടുക്കേണ്ട ആ ഭക്ഷ്യവസ്തുക്കളെ കൊടുക്കാതെ അത് പിടിച്ചു വെച്ച് നല്ല ഉയർന്ന വില കിട്ടുന്ന സമയത്തേക്ക് മാറ്റിവെക്കുക, അത് ഹറാമാണ്, അത് പൂഴ്ത്തിവെക്കലാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാകുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കാര്യം നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വഹാദ അമ്രുൻ ഷായിഉൻ ബൈന തുജാർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇത് കച്ചവടക്കാരായ ആളുകളിൽ വ്യാപകമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ഇത് ശ്രദ്ധിക്കണം. അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്, അത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മഹാനവറുകൾ പഠിപ്പിക്കുന്നു, തസ്കിയത്തുൽ ഫുജാരി, തമ്മാടികളായ ആളുകളെ പ്രശംസിക്കുക, അവരെ മദ്ഹ് പറയുക. എന്തിനു വേണ്ടി? തന്മിയത്തൻ, അവരിൽ നിന്ന് ഔദാര്യം കൊതിച്ചതിൻ്റെ പേരിൽ, വല്ല കാര്യലാഭത്തിന് വേണ്ടി തമ്മാടികളായ ആളുകളെ പുകഴ്ത്തി പറയുക. എവിടെ വെച്ച്? ബൈനൽ വറ, ജനങ്ങൾക്കിടയിൽ തമ്മാടികളായ ആളുകളെ പുകഴ്ത്തി പറയുക. ആര്? അൽ ഉലമാ, പണ്ഡിതന്മാർ തമ്മാടികളായ ആളുകളെ ജനങ്ങൾക്കിടയിൽ പുകഴ്ത്തി പറയുക എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നാം പ്രത്യേകം നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല സ്ഥാപനങ്ങൾക്ക്, യതീമുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കുന്നവരൊക്കെ സഹായിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരുണ്ടാകും. ആ വ്യക്തികളെ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അവരെ പേര് പറഞ്ഞ് ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവരെ പേര് പറയുകയോ
അല്ലെങ്കിൽ ആ പേര് പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള ആളുകളും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനത്തിലേക്ക് മുന്നിട്ട് വരണമെന്ന് ലക്ഷ്യത്തോടുകൂടെ പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കപ്പെട്ട കാര്യം അല്ല. അത് അവർ ചെയ്ത നന്മയെ ജനങ്ങൾക്കിടയിൽ അറിയിച്ച് ഇനിയും ധാരാളം ആളുകൾ ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ രൂപത്തിൽ പെടുകയില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് തെമ്മാടികളായ ആളുകൾ, ഫുജാർ തെമ്മാടികളായ ആളുകളെ എന്തെങ്കിലും കാര്യലാഭം ലഭിക്കാൻ വേണ്ടി അവരെ ജനങ്ങൾക്കിടയിൽ പുകഴ്ത്തി പറയുക, അത് പാടില്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാകുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസ്സുകളിലായി നമുക്കത് ഓർമ്മപ്പെടുത്താം, സൂചിപ്പിക്കാം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.